അങ്ങ് കൊന്നേക്കണം പ്ലീസ്. നമ്മൾ നേടിയെടുത്ത അൻവി അതിലിടക്ക് ദേഷ്യം പിടിച്ചു പോയി കേട്ടോ. 2024 ഏറ്റവും വലിയ തള്ളു. സൂപ്പർ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറെ കാലത്തിന് ശേഷമാണ് വീണ്ടും ഒന്ന് വീഡിയോയിൽ മുഖം കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേക്കും ഞാൻ ചിലപ്പം വീട്ടിലുണ്ടാവില്ല കേട്ടാ. ചിലപ്പോൾ ഇതിൻ്റെ തന്നെ കമന്റ് വരും, ഓ സംഗീതം വന്നില്ലേ ഇനി വീഡിയോ പൊളിക്കുന്നല്ലോ. അത് അപ്പുറത്ത് ക്യാമറേൻ്റെ ബാക്കിലിരുന്ന സാഹചര്യം തീരെ പിടിക്കുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഞാൻ വേറെ ചെറിയൊരു ആവശ്യങ്ങളൊക്കെ ആയിട്ട് വന്നു പെട്ടെന്ന് തിരിച്ചു. ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ ഞാൻ കുറെ നാളായിട്ട് കാണാത്ത മുഖം എല്ലാവർക്കും ഓർമ്മയുണ്ടായിവനാ. എൻ്റെ അമ്മ ആ കമന്റ് ബോക്സിൽ ഞാൻ ഇന്നും വായിച്ച് ഞാൻ ആനന്ദാസ് പകർക്കലുണ്ട്. സംഗീതേട്ടാ മിസ് യു. അത് കേൾക്കുമ്പോൾ ഒരു മനസ്സിനൊരു കുളിർമയാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോൻ്റെ മുമ്പിൽ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഒരു ഫ്ലോ കിട്ടണമെങ്കിൽ 2 ദിവസം എടുക്കും. പക്ഷേ 2 ദിവസം എടുക്കാനുള്ള ടൈം എൻ്റെ എടുത്തില്ല. 2 ദിവസത്തെ ഫ്ലോ കിട്ടുമ്പോൾ ഇവ തിരിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴേ എടുത്തത്. സംഭവം ഞാൻ ഇങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ എന്താ, അതായത് പ്രത്യേകം എടുത്തു പറയുന്നതെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മെനക്കെട്ട് ഉറക്കളിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ നമ്മൾ നേടിയെടുത്ത സാധനം, എന്റെ കഷ്ടപ്പാടിന്റെ ഫലം അത് ഇവനൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാന്ന് ചോദിച്ചപ്പോ അത് വീഡിയോയിൽ തന്നെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഇവൻ പറഞ്ഞു. അപ്പൊ അത് പറയുമ്പോ ഇവൻ വേണ്ടെങ്കിൽ പറയൂ ഇത് എന്റെ കഷ്ടപ്പാടിന്റെ ഫലത്തിൽ കിട്ടിയതാണെന്ന് ഇവൻ പറയൂ. അതുകൊണ്ട് ഞാൻ ആദ്യം എടുത്ത് ഇങ്ങനെ അങ്ങ് പറഞ്ഞത്. ഇല്ലെങ്കിൽ അത് ശരിയാവില്ല, നിങ്ങൾക്ക് അതൊരു ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ എടുത്ത് പറഞ്ഞത്. സംഭവം വേറെ ഒന്നുമല്ല. ഇന്ന് ഞാൻ സമയമുണ്ടോ ഒന്നുമില്ല, അച്ഛൻ പറഞ്ഞുതരാം. എന്നാ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഈ വീഡിയോൻ്റെ അകത്ത് നിങ്ങളെപ്പോലെ തന്നെ കണ്ടിട്ടേ ഉള്ളൂ ഡയമണ്ട് പ്ലേ ബട്ടൺ. അൻവി അതിലിടക്ക് ദേഷ്യം പിടിച്ചു പോയി കേട്ടോ. പക്ഷെ രണ്ടാളെയും കഷ്ടപ്പെടാന്നേ. ഈ ഡയമണ്ട് പ്ലേ ബട്ടൺ വന്നതിന് ശേഷം നിങ്ങളെപ്പോലെ തന്നെ ഞാനും വീഡിയോയിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഞാനിപ്പം വീട്ടിൽ വന്നതിന് ശേഷം ഇതാ നിങ്ങളുടെ കാണുന്നില്ല ഇതിന്റെ മുകളിൽ കാണൂല വീഡിയോ. ഞാൻ അങ്ങനെ സെറ്റാക്കി വെച്ചിന്, അങ്ങനെ നീ കാണണ്ട. ആടി അബദ്ധം തന്നെയാണല്ലോ. എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം വന്നേരേ അബദ്ധത്തോട് അബദ്ധമാണ്. സാരമില്ല. എന്നാലും ഇവിടെ ഉണ്ട് വെച്ചിട്ട് കേട്ടോ, ഒരു ബോക്സിൽ കൊടുത്തു ഇതിന്റെ മുകളിൽ ഉണ്ട് വെച്ചിട്ട്. അത് ബാക്കി എല്ലാ വീഡിയോയും കണ്ടിട്ടുണ്ടാവും. മുകളിൽ ഒരു കറുത്തൊരു പെട്ടിയിൽ അങ്ങനെ അതിപ്പോ കാണിച്ചു തരാം. അതിപ്പോ ഞാൻ എടുക്കുമ്പോൾ കാണിച്ചു തരാം. അത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നില്ല. വീഡിയോ ഓപ്പൺ ആക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ കാണാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനത്. നൈറ്റിൽ ഞാൻ ഇടിയുണ്ട്, പക്ഷെ നൈറ്റിൽ വന്നിട്ട് ഞാനത് എടുക്കാൻ നിന്നിട്ടില്ല. ഞാൻ ഇന്ന് പകലായിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് കാണാനുള്ള ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഇവൻ പറഞ്ഞ പോലെ ഇവൻ മാത്രം കഷ്ടപ്പെട്ടിട്ട് ഇവൻ മാത്രം ബുദ്ധിമുട്ടിയിട്ട് ആക്കിയൊരു സാധനം എന്നുള്ളതിൻ്റെ കമൻറ്റ് നിങ്ങളൊന്ന് അങ്ങ് കൊന്നേക്കണം പ്ലീസ്. കാരണം ഈ ഒരു ചാനൽ എൻ്റെ മാത്രം കഷ്ടപ്പാട് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഏതായാലും നമുക്ക് ആ സാധനം ഒന്ന് കാണാം. ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. കാണിക്കും, അധികം തൊടാനൊന്നും കൊടുക്കൂല. അത് കാണിച്ച് ഒന്ന് നോക്കുക, ജസ്റ്റ് നോക്കുക, അവിടെ വെക്കാൻ പറയൂ. അധികം അതിനടുത്ത് കളിക്കാനൊന്നും വിടൂല കേട്ടോ. ദൈവമേ എനിക്ക് ശക്തി തരണേ. ഞാൻ ഏതായാലും അതൊന്നും എടുക്കട്ടെ. എന്നാലേ അയ്യോ എൻ്റെ മോൻ ഇതെന്തൊരു കനടാ. അമ്മച്ചിയുടെ ആൻഡ്രസ് കൂട്ടണം എന്നോടാ ആ സിനിമയിലെ പേര്. ആ പെട്ടി അമ്മച്ചി. കഷ്ടപ്പാടിൻ്റെ ആ ഒരു കനവീനുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ഗോൾഡ് ആട്ടർ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിന് ഇത്ര വെയിറ്റ് ഇല്ലേനും. ഏതായാലും ഇവിടെ തന്നെ വെക്കാൻ തോന്നുന്നു. ഇങ്ങനെ തുറക്കുവാണ് ഇത്. ആ താക്കോലുണ്ട് ഇനി എങ്ങനെ തുറക്കുക? അഞ്ച് ജിംബൂമ്പാക്കിട്ട് തുറക്കും. ഇപ്പൊ ഇത് 5 തുറന്നിരുന്നുണ്ടേ. ആ ഇടിയില്ലേ ഇനി തുറക്കണ്ടേ? അതിന് സൈഡ് നോക്കാൻ എൻ്റെ മോനെ എടുക്കട്ടെ. ഇതാരാ മേടിച്ചിട്ട് ഈ സാധനം? സായാപ്പനല്ല മോനെ. ഇതാ അച്ഛൻ. ആരാ നീ പറ. ഇത് ആർക്ക് തന്നെയാ നീ പറ. അമ്മയ്ക്ക് സായാപ്പന, അമ്മയ്ക്ക് സായാപ്പന്. ഈട ഏത് ഇടണം എന്നറിയാടാ സായിജ മ്യൂസിക്? തൂമിന്നൽ മായല്ല ഞാൻ ഇടൂല. മടുത്തത് തൂമിന്നൽ ഇവിടെ വേണ്ട. ഇവിടെ ഞാൻ ഒരു വരാം. എത്ര നാളായി നിന്റെ ആഗ്രഹമാടാ. ഛേ അത് കൊച്ചിന്റെ ആഗ്രഹം അല്ലേ, മാറിപ്പോയി. ഈ ഒരു നിമിഷം അല്ല എന്തോ ഈ ഒരു നിമിഷത്തിന് വേണ്ടി, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയല്ലടാ നീ ഇത്ര നാളും കഷ്ടപ്പെട്ടത്. ഞാൻ തന്നെ ഇട്ടുതരാം. അത് ഞാൻ മ്യൂസിക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും. വേറെ ലെവൽ സാധനം, നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഒറിജിനൽ വജ്രമായിരുന്നെങ്കിൽ ഞാൻ അറിയാതെ കൊതിച്ചു പോയി.
കാണിച്ചു കൊടുത്തോ ഇനി ഇത് പിടിച്ചാട്ടെ. വീണ്ടും അങ്ങനെ അവന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, അവൻ തിരിച്ചു പോയിരിക്കുകയാണ്. ഇനി അടുത്ത ഇത് തിരിച്ചു വെക്കുന്ന സമയത്ത് ഓടി വരണേ കേട്ടോ. ചെറിയ ചെറിയ സമയങ്ങളിൽ മാത്രമേ അവന് കിട്ടും, കുറച്ച് തിരക്കുള്ള മനുഷ്യനാണ്. അപ്പോൾ ഇതേതായാലും അങ്ങനെ ഞാൻ ആദ്യമായി കണ്ടു, ആദ്യമായി എൻ്റെ കൈമിലെടുത്തു. നല്ല കനമുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനാണെങ്കിൽ എന്നാടാ ഞാൻ കുറച്ച് ക്ലോസപ്പിൽ എടുത്തുതരാം. ഓ എത്രയാ മസിൽ കേട്ടാ അമ്മക്ക്. വെറുക്കുന്ന അന്റി എടുക്കുന്ന ആ രംഗം മസിലുണ്ടല്ലേ. ഇനി പിടിക്കണ മതിയാ. അങ്ങനെ പൈസ കൊടുത്തിട്ട് കിട്ടുന്ന സാധനങ്ങളിൽ പെട്ടതല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട്. അത് നമുക്ക് ഇന്ന് നമ്മളെ വീട്ടിലിരിക്കുമ്പോൾ എന്താടാ ഞാൻ പറയണ്ടേ, ഒന്നും പറയാനും കിട്ടുന്നില്ലല്ലോ. വെറുപ്പിക്കല്ലാന്ന് ഇതാണ് അവസ്ഥ. ഞാൻ ബായ് തുറന്ന വീട് ഇതാണ് കുഴപ്പം. എന്നാലോ ഇവരാരും മിണ്ടുകയില്ല. ഇത് ഞാൻ എത്ര സമയമായി വളവള പറയുന്നത്. എന്നാൽ നീ എന്തെങ്കിലും പറ. ഇത് കണ്ടേ ഇവര് നമ്മളിത് പണ്ടേ കണ്ടേന്നുള്ള ഭാവത്തിലാണ് ഇവരുള്ളത്. ഞാനിത് കാണുന്ന സമയത്ത് തന്നെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണം. ഓൾറെഡി നിങ്ങൾ ഇവർ മാത്രമായിട്ട് നിന്നിട്ട് കണ്ടു. അതിലെ കമൻറ്റിൽ നിറച്ചുണ്ടായിരുന്നു കൂട്ടത്തിൽ സംഗീതേട്ടം കൂടി വേണമായിരുന്നു. ആ ഒരു വിഷമം നിങ്ങൾക്കുള്ളത് പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എല്ലാവരും കൂട്ടത്തിൽ ഒന്നും കൂടി ഇതൊന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ചെയ്യണമെന്നാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതേതായാലും കഴിഞ്ഞു. ആരും ഞാൻ പറയുന്ന മൈൻഡ് പോലും ആക്കുന്നില്ല. ഞാൻ പോവാൻ തോന്നുന്നു. എൻ്റെ മനസ്സിൻ്റെ വിഷമം ഞാൻ ആരോട് ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് യൂട്യൂബിൽ നിന്ന് എന്തൊക്കെ കിട്ടീനോ അതെല്ലാം ഇവർ വീഡിയോ ആക്കും. എന്നിട്ട് ഞാൻ വന്നതിന് ശേഷം ആ സാധനം എടുത്തിട്ട് ഞാൻ ആദ്യം വീഡിയോ ആക്കും. ഇനി എല്ലാ ദിവസവും ഇങ്ങനെയായിരിക്കും. ഈ ഒരു സാധനം കൂടി നമുക്ക് യൂട്യൂബ് വന്നത്. ഇതെൻ്റെ ബർത്ത്ഡേ എൻ്റെ അന്ന് വന്ന സാധനമാണ്. നിന്റെ ബർത്ത്ഡേക്ക് യൂട്യൂബ് തന്നത് യൂട്യൂബിന്റെ അന്നത്തെ 2024 ഏറ്റവും വലിയ തള്ളു പറഞ്ഞോ. അതായത് എനിക്കറിയാം സംഭവം യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ്. ഇതൊരു സ്പീക്കറാണ്. അന്ന് കറക്റ്റ് ഇവൻ്റെ ബർത്ത്ഡേ ദിവസം അന്നൊരു വീഡിയോ ചെയ്തിട്ടില്ലേ, അന്നാണ് ഈ സാധനം നമ്മളെ ഇവിടെ വീട്ടിലെത്തുന്നത്. അതിന് ഇവനിട്ട വീഡിയോയിലാ തന്നെ ആ വീഡിയോ ഇത് സായിജാപ്പൻ വിചാരിച്ച് സായിജാപ്പന് കിട്ടിയത്, പക്ഷെ ഇത് എനിക്ക് കിട്ടിയതല്ലേ. ഓനറിയാം, സായിജാപ്പന് നന്നായിട്ട് അറിയാം ഈ സംഭവം. ആദ്യം ഇത് എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലായിട്ടില്ലേനും. ഇതൊരു സ്പീക്കറാണ്, ബ്ലൂടൂത്ത് സ്പീക്കർ. നല്ല അടിപൊളി, നല്ല സൈഡ് നോക്കുമ്പോൾ അൻവീനെ പോലെ തന്നെ ഉണ്ട്. അല്ലടാ അൻവി, നല്ല ക്വാളിറ്റി സൗണ്ട് കിട്ടുന്ന നല്ല അടിപൊളി ഒരു സൗണ്ട് ബോക്സ് ആട്ടെ. ഇത് നടക്കുമെല്ലാം ചെയ്യൂ. ഇത് അന്ന് നിന്റെ ബർത്ത്ഡേ വീഡിയോയിൽ കാണിച്ചതല്ലേ? ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് മെയ്ഡ് ഇൻ അമേരിക്ക അല്ലേ? ഏത് മെയ്ഡ് ഇൻ ആയാലും അതിൽ സംഗീത് കുമാർ ഉണ്ട്. ബാക്കിൽ ഇതാ കാലുമിൽ എഴുതിയിട്ട് സംഗീത് കുമാർ. പക്ഷേ ഇത് കിട്ടണമെങ്കിൽ നമ്മൾ വിചാരിക്കണം, അത്രയുള്ളൂ. ഈ ഒരു പേര് മാറ്റാൻ ആരൊക്കെ കമന്റ് കിട്ടുന്നറിയോ? കൊന്ന ഞാൻ മാറ്റൂല. കാരണം വീഡിയോയിലോ ഞാൻ അധികം ഉണ്ടാവില്ല, പേരിലെങ്കിൽ ഞാൻ ഉണ്ടായിക്കോട്ടെ. അതുകൊണ്ടാണ്, അത് ആഗ്രഹം കൊണ്ടാണ്. ഇതിൻ്റെ അകത്തുണ്ട് സംഗീത് കുമാർ, ഇതിലും ഉണ്ട്. പക്ഷെ ഇത് കിട്ടുന്ന ഓപ്പൺ ആക്കുന്ന സമയത്തും ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഈ ഒരു സംഭവം ഒന്ന് കാണിക്കണം എന്നുണ്ടായിട്ടില്ല. പിന്നെ ഇനി 1-2 സാധനം കൂടി കാണിക്കാനുണ്ട്. ഞാൻ എല്ലാ സമയത്ത് വേറെ എന്തെല്ലാം വന്നേ, വേറെന്ത് വേറെ കല്യാണ ആൽബം അതിന് വേറൊന്നും വന്നിട്ടില്ല. അതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കല്യാണ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടൂല. ഓൾറെഡി നിങ്ങൾ കണ്ടുകൊണ്ട്. എന്നാലും നോക്കാം, ഗ്യാപ്പ് നോക്കിയിട്ട് നമ്മളൊരു ദിവസം ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുകയാണെങ്കിൽ അത് ചെയ്യാം. പിന്നെ നിങ്ങൾക്കറിയാലോ, വീഡിയോസെല്ലാം അങ്ങനെ വളരെ വിരളമായിട്ടേ വരുത്തുള്ളൂ. നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആൽബം ഒന്ന് കാണിക്കുന്ന വീഡിയോ എന്റെ ആൽബമാണ് ഞാൻ പറയുന്നത്. നല്ല അടിപൊളി ആൽബമാണ്, നല്ല കിടിലൻ ഫോട്ടോസ്. ഇവന്നെ ഒഴികെ ബാക്കി എല്ലാവരും വളരെ നല്ല വൃത്തിയുണ്ട് അതിൻ്റെ അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ആൽബം ഒന്ന് നിങ്ങൾ കമൻറ്റിൽ ഒന്ന് പറ. ആൽബം കാണുന്നുണ്ടെങ്കിൽ ഒരു 10-20 കമൻറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു വീഡിയോ ആക്കാം. ഇല്ല പിന്നെ അത് നമ്മളെന്നെ തുറന്ന് നമ്മളെന്നെ കണ്ട് വീഡിയോ. അത് ഇവൻ ഇതുവരെ തുറന്ന് നോക്കിയില്ല കേട്ടാ. നിങ്ങളിനി ഇത് കമന്റ് വന്നാലും ചിലപ്പോൾ വീഡിയോന് വേണ്ടിയിട്ട് മാത്രം തുറക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യല്ല, അതുകൊണ്ടാണ്. എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം ഇത് ഇങ്ങനെയല്ല കേട്ടാ, ഇങ്ങനെയാവും. ഇത് കൈ ഇങ്ങനെ തിരിച്ചാലാണ് സൗണ്ടിന്റെ അങ്ങനെയുള്ള ഭയങ്കര സ്പെഷ്യൽ സാധനമാട്ടെ ഇത്. അപ്പോൾ സോങ് മാറ്റില്ല ഇപ്പുറത്ത് കണ്ടാ എല്ലാം അറിയാം. സ്പീക്കർ എന്തോ വലിയ സംഭവം, പാട്ട് കേൾക്കുന്ന സാധനത്തിന് പറയുന്നത് കൈ. ഇതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന സാധനം അല്ലല്ലോ. അല്ലല്ല, അത് ഒരിക്കലും വരണം അല്ലേ അമ്മേ? പക്ഷെ ഇത് കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. അച്ഛൻ എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് ഇതൊരിക്കൽ കാണിച്ചല്ലേ എന്നുള്ള കമൻറ്റ് ആരും ഇവിടെ ഉണ്ടായത്. ഞാൻ കാണുന്നത് ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ വന്നേ ഉള്ളൂ. കാരണം ഡയമണ്ട് പ്ലേ ഔട്ടൊന്നും അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നൊരു സംഭവമല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു വീഡിയോയിൽ എനിക്കും ഉണ്ടാവില്ല ഒരു ആഗ്രഹം. അങ്ങനെ വന്നേ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം കുറേ വീഡിയോസ് ഉണ്ടാവില്ല. ഞാൻ അധിക ദിവസമൊന്നും വീട്ടിലില്ല, ചെറിയൊരു ഗ്യാപ്പിന് വന്നതാണ്. മറ്റു ചില തിരക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ വീട്ടിലുണ്ടാവാൻ സാധ്യതയില്ല. ഒരിക്കൽ ഞാൻ പറഞ്ഞു
1-2 വീഡിയോ അതിലിടക്ക് എടുത്തു വെക്കണമെന്നുണ്ട്, അതും കൂടി അപ്ലോഡ് ആവും. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. എൻ്റെ വകയാണ് സ്പെഷ്യലായിട്ടാണ്. ഓർമ്മിക്കണം ഇങ്ങനെ കാണിച്ചു കൊടുക്കണ്ട, ഇതിലെല്ലാം കൃത്യമായിട്ട് ഞാൻ കാണിച്ചു കൊടുക്കും. അല്ല, ഇവൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും ഞാൻ എൻ്റെ മുഖത്തോടു കൂടി ഇത് കാണിക്കുന്നതും വളരെ വ്യത്യാസമുണ്ട്. അത് എനിക്കറിയില്ലല്ലോ. എന്നാ ഓക്കെ, ബൈ ബൈ.